അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം കൂടുതൽ പ്രതിരോധത്തിലേക്ക്. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന് ഇതുവരെ വ്യക്തതയില്ല. അതേസമയം കേരളം അടക്കമുള്ള സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുതെന്ന അഭിപ്രായമാണ്. ഇത് സംബന്ധിച്ച ചോദ്യത്തോട് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചില്ല. बीजेपी कह रही है न्याय यात्रा इसलिए निकाला जा रहा है कि अयोध्या को डॉज किया जा सके। न्याय यात्रा इसलिए निकल रही है कि अयोध्या को डॉज किया जा सके, ये बीजेपी कह रही है। കേരളത്തിലും വിഷയത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. തീരുമാനിക്കേണ്ടത് അഖിലേന്ത്യാ നേതൃത്വമാണെന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ പറയുന്നു. കെപിസിസിയോട് അഭിപ്രായം ചോദിച്ചാൽ നിലപാട് പറയും. സമസ്ത പറഞ്ഞത് അവരുടെ നിലപാടെന്നും സുധാകരൻ പറഞ്ഞു. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നത് സംബന്ധിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല, അത് അവിടെ തീരുമാനിക്കും. സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായം എന്താ കാര്യത്തിൽ? അല്ല, ഞങ്ങൾക്ക് അഭിപ്രായം ഞങ്ങളോട് ചോദിച്ചാൽ പറയും, പാർട്ടി ചോദിച്ചാൽ പറയും. പാത്രക്കാരോട് പറയേണ്ടതല്ല അത്. പാർട്ടി ചോദിച്ചാൽ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയും. ഞങ്ങൾ കെപിസിസിയോട് അഭിപ്രായം ചോദിച്ചാൽ കെപിസിസി അഭിപ്രായം പറയും. ഇത് പറയേണ്ടുന്നത് ഞങ്ങളല്ല, അതിനെക്കുറിച്ച് പറയേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. നിങ്ങൾ ഡൽഹി പോയി ചോദിക്കുക. രാമക്ഷേത്ര വിഷയത്തിൽ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായി ആലോചിച്ച് കോൺഗ്രസ് നിലപാട് തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പ്രതികരിച്ചു. കേരളത്തിന്റെ ഒരിക്കലും കോൺഗ്രസ് പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട്. അഭിപ്രായം കെ.സി. വേണുഗോപാലിനെ അറിയിച്ചു. സിപിഎം എടുക്കും പോലെ കോൺഗ്രസിന് നിലപാടെടുക്കാൻ കഴിയില്ല. വിശ്വാസികളും അവിശ്വാസികളും ഉൾപ്പെടുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇപ്പോൾ കോൺഗ്രസിന് പാർട്ടിക്കുള്ളിലും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായിട്ടും കൂടിയാലോചിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടിയുടെ ദേശീയ നേതൃത്വം സ്വീകരിക്കും. അതിൽ കേരളത്തിലെ പാർട്ടിയുടെ വികാരം ഞങ്ങൾ ശ്രീ കെ.സി. വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും CPIയും കാണിക്കുന്ന പോലെ കോൺഗ്രസിന് കാണിക്കാൻ വയ്യ. കാരണം അത് രണ്ടും വിശ്വാസമില്ലാത്തവരുടെ പാർട്ടിയാണ്. ഞങ്ങളുടെ എല്ലാ വിഭാഗക്കാരും ഉണ്ട്, വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, എല്ലാ വിഭാഗക്കാരുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് യോജിച്ച തീരുമാനം പാർട്ടി എടുക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്ഷേത്രത്തെ രാഷ്ട്രീയ വേദിയാക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് ശശി തരൂർ. വ്യക്തികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത്, അവരാണ് തീരുമാനമെടുക്കേണ്ടത്. വ്യക്തികളായി അവിടെ പോകാൻ തങ്ങൾക്ക് അവകാശമുണ്ട്, പക്ഷേ സമയവും സാഹചര്യവുമാണ് പ്രധാനം. CPMന് മതവിശ്വാസമില്ല, അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാമെന്നും ശശി തരൂർ. എന്റെ അഭിപ്രായത്തിൽ വ്യക്തികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത്, വ്യക്തികളാണ് തീരുമാനിക്കുന്നത്. ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ ഞാനൊരു ക്ഷേത്രത്തെ കാണുന്നത് ഒരു ദൈവത്തിനെ കൈനീട്ടാനും ദൈവത്തെ കൊണ്ട് ചിന്തിക്കാനും ഒരു സ്ഥലമായിട്ടാണ്. ഞാൻ ഒരിക്കലും അതിനൊരു രാഷ്ട്രീയ വേദിയായി കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ക്ഷേത്രത്തെ ഒരു രാഷ്ട്രീയ വേദി ആക്കാൻ ശ്രമിക്കുന്നവരോട് നമുക്ക് ചോദിക്കണം, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് തോന്നുന്നു ഇതിൽ രാഷ്ട്രീയത്തിൽ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആര് പോയാലോ പോയിട്ടെങ്കിലും ഒരു രാഷ്ട്രീയ അർത്ഥമുണ്ടാകും. ഇതിന് ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു വ്യക്തിയുടെ താല്പര്യം അനുസരിച്ച് ചെയ്യണം നല്ലത്. എന്തായാലും പാർട്ടി പ്രഖ്യാപിക്കും. അതിലൊരു പാർട്ടിയായി തീരുമാനം എടുത്തിട്ടുണ്ടോ അതോ അവർ ഈ 3-4 നേതാക്കളെ വിളിച്ചവർ അവർക്കാണ് ഒരു വ്യക്തിപരമായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത്. അതും കൂടി ഡൽഹിയിൽ നിന്നൊരു പ്രഖ്യാപനം വരട്ടെ. ഇന്ന് ആക്ച്വലി അവരെല്ലാവരും നാഗ്പൂരിലാണ്. ഇതിനെക്കുറിച്ച് ഒരു പക്ഷേ ചർച്ചയുണ്ടാവും. ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് അറിയുമല്ലോ. വിവരങ്ങളുമായി MG മിഥുനും ഐശ്വര്യയും അനീഷ് കുമാറും ചേരുന്നുണ്ട്. ആദ്യം മിഥുനിലേക്ക്. മിഥുൻ, ഇന്ത്യ സഖ്യത്തിലെ ഭൂരിപക്ഷം കക്ഷികളും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ക്ഷണം സ്വീകരിച്ച കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ കടുത്ത സമ്മർദ്ദത്തിൽ വെട്ടിലാകുന്നു എന്ന് തന്നെ പറയാം. നിലപാടെടുക്കാതെ ഇല്ലെങ്കിൽ അഭിപ്രായം പറയാതെ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നതിലേക്ക് എത്തിയിരിക്കുന്നു. എന്ത് നിലപാട് ആരെടുക്കും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? ധന്യ, കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പത്തിൽ തന്നെയാണ്. ഇന്ത്യ മുന്നണിയിലെ ഒരു വിഭാഗം ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് തൃണമൂൽ കോൺഗ്രസും ഒപ്പം തന്നെ നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവ് അടക്കമുള്ളവരും ഒപ്പം തന്നെ സീതാറാം യെച്ചൂരി അടക്കമുള്ളവരും നിലപാട് അറിയിച്ചു കഴിഞ്ഞു. അതായത് തങ്ങൾക്ക് ക്ഷണമുണ്ട്, പക്ഷേ അവിടേക്ക് പോകില്ല എന്നവർ പരസ്യമായി നിലപാടെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ ഇന്ത്യ മുന്നണി സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം തന്നെ, പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ കോൺഗ്രസ്
നേതൃത്വത്തിന് അവിടെ ക്ഷണമുണ്ട് എങ്കിൽ പോലും തന്നെ അവിടെ പോകാനാകുമോ എന്നുള്ളതാണ് ഇവർ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിനുള്ളിൽ തന്നെയും ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു വിഷയത്തിൽ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. അതായത് നിലവിൽ കേരള ഘടകവും ബംഗാൾ ഘടകവും മാത്രമാണ് ഇതിൽ എതിർപ്പറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഹിന്ദി ഹൃദയഭൂമിയിലുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണമെന്നുള്ള ആവശ്യമാണ് ദേശീയ നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. യു പി ഘടകമാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ പ്രതികരണം നടത്തുന്നത്. ദിഗ്വിജയ് സിംഗ് ആണ് സോണിയാഗാന്ധിയെ പ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ആദ്യം നടത്തുന്നത്. പിന്നീട് ഒരുപക്ഷെ സോണിയാഗാന്ധിക്ക് പങ്കെടുക്കാനായില്ല എങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ് പ്രതിനിധികൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ദിഗ്വിജയ് സിംഗ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ വിഷയം വലിയ വിവാദമായി മാറുകയും ചെയ്തത്. ഏതായാലും ഹിന്ദി ഹൃദയഭൂമിയിൽ നിലവിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടികൾ നേരിട്ട ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനായാലും ഛത്തീസ്ഗഡ് ആയാലും നിലവിൽ കോൺഗ്രസ് ഭരണമുള്ള സംസ്ഥാനമായിരുന്നു. അവിടെ ഭരണം നഷ്ടപ്പെട്ടു. ഒപ്പം തന്നെ മധ്യപ്രദേശിൽ വലിയ തിരിച്ചുവരവ് കോൺഗ്രസ് നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അവിടെ കനത്ത തിരിച്ചടി നേരിടേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. മൃഗീയ തോൽവി ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു വിഷയം വലിയ രീതിയിൽ ആളിക്കത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കണം. അവിടെ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കണമെന്നുള്ള ആവശ്യമാണ് അവിടുത്തെ PCC നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും മറ്റ് ഘടകങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. പക്ഷേ ഔദ്യോഗികമായുള്ള പ്രതികരണമാണ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കേരളത്തിൽ നിന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചോദിച്ചാൽ മറുപടി പറയുമെന്നുള്ള കാര്യമാണ് KPCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കെ മുരളീധരന്റെ നിലപാട് മറ്റൊന്നായിരുന്നു. പക്ഷേ ബംഗാൾ ഘടകത്തിൽ കൃത്യമായ നിലപാട് അവർ AICC നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. അല്പസമയത്തിന് മുമ്പ് നാഗ്പൂരിൽ നിന്ന് കോൺഗ്രസിന്റെ മെഗാ റാലി നടക്കുന്നുണ്ട്. അവിടെയാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉള്ളത്. മല്ലികാർജ്ജുൻ ഖാർഗെ ആയാലും രാഹുൽ ഗാന്ധി ആയാലും സോണിയാഗാന്ധി ആയാലും എല്ലാവരും തന്നെ ഇന്ന് ആ മെഗാ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടുള്ള പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു റാലിയായിട്ട് തന്നെയാണ് കോൺഗ്രസ് കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു നിലപാട്, ഇക്കാര്യത്തിൽ ഒരു നിലപാട് അറിയിക്കുമോ എന്നും നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വൈകിട്ടാണ് മെഗാ റാലിയെ അഭിസംബോധന ചെയ്ത നേതാക്കൾ സംസാരിക്കാൻ പോകുന്നത്. എന്തായാലും അല്പസമയത്തിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകാതെ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കണ്ടത്. മിഥുൻ, ഞാൻ തിരിച്ചു വരാം.